ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കിലോ പിരിയമുളകും 1/2 കിലോ പാണ്ടിമുളകും, അങ്ങനെ 2 കിലോ മുളക് മൊത്തം എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നമ്മൾ ചരുവത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ചരുവത്തിലോ അല്ലെങ്കിൽ വലിയൊരു ബക്കറ്റിലോ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെള്ളം നിറച്ച് ഇടഞ്ഞ് വാരി കഴുകി എടുക്കുക. ഇങ്ങനെ കൈ കൊണ്ട് കാത്ത് കൊടുക്കുക. എന്നിട്ട് 2 കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കാനായിട്ട് നോക്കണം. നല്ല രീതിയിൽ അഴുക്ക് വരും. പിന്നെ മുളക് നമ്മൾ പൊടിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഞെട്ട് ഞാൻ ഇങ്ങനെ ഇറുത്ത് കളയോ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ ഞെട്ടോട് കൂടി തന്നെയാണ് മുളക് നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം ആ ഉണക്കോട് കൂടി കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കാനായിട്ട് നോക്കല്. ഒന്ന് നമ്മളൊരു വലിയൊരു ഉരുളിയിലിട്ട് തീയൊക്കെ കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം, പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ അമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ല, അതേപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തെടുക്കുന്നത്. അല്ലാതെ നമ്മൾ മില്ലിൽ നിന്ന് നമ്മൾ പൊടി മേടിക്കുകയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് പൊടി മേടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അപ്പോൾ കഴുകിയാണോ വരുന്നത് എങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. എനിക്കിങ്ങനെ മുളക് മേടിച്ച് ഇതുപോലെ ചെയ്തെടുത്താൽ എൻ്റെ മനസ്സിൽ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം അഴുക്ക് വന്നെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ. ഇതുപോലെ തന്നെ മല്ലി ഇനിയിപ്പോൾ കഴുകി എടുക്കാനായിട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മുളക് ഉണക്കിയതിന് ശേഷം വറുത്ത് പൊടിപ്പിക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഒന്നും കൂടെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മുളക് കഴുകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ.